Is a cake really just a cake? No, it's not. It's the hours spent buying the best raw ingredients we can source. It's the hours answering questions and answering emails to help people get the best design for this special moment. It's a time practicing our craft so that clients get the most beautifully made product. It's time spent away from our family so that we can serve and create something for someone else's family. It's doing a whole lot of unseen, unglamorous work, all coming together into that one thing that becomes the breathtaking centerpiece for a fleeting moment that in reality becomes a memory that we all fondly remember for decades to come. So if you're seeing this, just know it's not just cake, it's so much more. എൻ്റെ പേര് കീർത്തന സി. ഞാൻ +2 വിദ്യാർത്ഥിനിയാണ്. ഇതോടൊപ്പം തന്നെ തൊഴിൽ നേടുന്നതിന് വേണ്ടി കല്ലശ്ശേരി VHSC സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ബേക്കിംഗ് ടെക്നീഷ്യൻ എന്ന കോഴ്സും കൂടി ഞാൻ ചെയ്യുന്നു. ഇതിലൂടെ ബേക്കിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചു. വിവിധ കേക്കുകൾ, മഫിൻ, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, ഡോണറ്റ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. വിവിധ ഇൻസ്ട്രക്ടറുടെ ക്ലാസ്സുകളും ലഭിച്ചു. ബേക്കിംഗ് ഇൻഡസ്ട്രികൾക്ക് വളരെയധികം പ്രചാരമുള്ള ഈ കാലഘട്ടത്തിൽ ഈ കോഴ്സിന് ഒട്ടനവധി സാധ്യതകളുണ്ട്. എൻ്റെ പേര് ആഞ്ജനയ. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ബേക്കിംഗ് ടെക്നീഷ്യൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്തത്. ഇതൊരു നല്ല കോഴ്സാണെന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഇവിടെ വന്ന് ഉണ്ടാക്കാൻ പഠിച്ചു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ഇത്തിരി പറ്റാത്ത രീതിയായിരുന്നു, പക്ഷെ ഇപ്പോൾ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ സാറ് നമുക്ക് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. പിന്നെന്താ, ഇനി നമുക്ക് ട്രെയിനിങ്ങുകളും നടക്കാനുണ്ട് ബേക്കറി യൂണിറ്റുകളിൽ പോയിട്ട്. ഇതൊരു പറഞ്ഞു വന്നിരുന്നത് നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഇതിൽ നിന്ന് നമുക്ക് എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വെറി പിടിച്ചു തിക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി വിളിച്ചത് പോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു 4 ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും പൊരുതാൻ തുടങ്ങി പരാജിതൻ ഇനിയാവുകിൽ ഒരിക്കലും.